ഏതു കാരിരുമ്പിൻ്റെ കമ്പിയൻ മൂർധാവിന്മേൽ ഏതു കൈവിദഗ്ധമായിടിച്ചു പൊളിക്കുന്നു. ഏറെ വേർപ്പിനാൽ ഞങ്ങൾ പണിതോരി വീടിപ്പോൾ. മലയാളത്തിൽ അഞ്ജലിക്കിഷ്ടം കവി സച്ചിദാനന്ദനെ. അങ്ങനെയിരിക്കെ വാക്കുകൾ പഠിക്കാൻ അമ്മ ദീപ 3-ാം ലോക കവിതകൾ അഞ്ജലിക്ക് നൽകി. TP രാജീവനും ലാന ഡക്കാർച്ചും ചേർന്ന് എഡിറ്റ് ചെയ്തത്. KTN കോട്ടൂർ നോവൽ മുമ്പേ വായിച്ചിട്ടുണ്ട് അഞ്ജലി. രാജീവന്റെ പേര് കണ്ടപ്പോൾ പുസ്തകം കയ്യിലെടുത്തു. പിന്നെ കവിതകൾ മലയാളത്തിലേക്ക്. ഇവിടെയുള്ളതെല്ലാം വാക്കുകളാൽ നിർമ്മിതമാണ്. ചന്ദ്രനും നക്ഷത്രങ്ങളും തിളങ്ങുന്ന വാക്കുകളാണ്. കാറ്റ് വലിയ ദേഷ്യക്കാരനായ വാക്കാണ്. വായു ഒരു നിശബ്ദനായ വാക്കാണ്. പുഴ, കടൽ, പിന്നെ ആകാശം, ഇവയൊക്കെ വിവിധ സ്വരങ്ങളോട് കൂടിയ വിപുലമായ വാക്കുകളാണ്. അൽബേനിയൻ കവി സെവാഹിൽ സ്പാഹിയുവിന്റെ കവിത അഞ്ജലിക്ക് ഏറെ ഇഷ്ടം. മലയാളം കവിത വായിച്ചാൽ കിട്ടുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ആഹ്ലാദമൊക്കെ ഇംഗ്ലീഷ് കവിത വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കവിത വേറൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷികൾ വാക്കുകളുടെ കൂട്ടമാണ്. ഞാൻ വാക്കുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. വാക്കുകളിൽ സമയമാണ് അളക്കുന്നത്. അഞ്ജലി അറിയുന്നുണ്ട്, ദൈവം തന്നതാണ് വാക്കുകൾ. കവയിത്രികൾക്കായി പ്രാർത്ഥിക്കുക. കാരണം അവർ ഓരോരുത്തർക്കും ഒരു ഹൃദയം മാത്രം. പിന്നെ അറിയുക, അവരുടെ കണ്ണീരാണ് അവരുടെ കവിത. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.